ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് നമ്പർ 18 ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ ആണ്. ഇംഗ്ലീഷ് കവിയും നാടകകൃത്തുമായ വില്യം ഷേക്സ്പിയർ എഴുതിയ 154 സോണറ്റുകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് സോണറ്റ് 18 ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ. സോണറ്റിൽ ഫെയർ യൂത്തിനെ വേനൽക്കാലവുമായി താരതമ്യപ്പെടുത്തണോ എന്ന് സ്പീക്കർ ചോദിക്കുകയാണ്. എന്നാൽ കവിതയുടെ പ്രമേയങ്ങളിലൊന്നായ വേനൽക്കാലത്തെ മറികടക്കുന്ന ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ ഈ ഒരു സോണറ്റിൽ 14 ഇയാംബിക് പെൻറ്റാമീറ്റർ വരികളുണ്ട്. 3 ക്വാട്രൻസും ഒരു കപ്ലറ്റും. ക്വാട്രൻസ് എന്ന് പറഞ്ഞാൽ 4 വരികളുള്ളതും കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ 2 വരികളുള്ളതും. അങ്ങനെ 3 ക്വാട്രൻസുകളും അതുപോലെ തന്നെ ഒരു കപ്ലറ്റുമാണ് ഉള്ളത്. ഈ ഒരു സോണറ്റിന് ഒരു റൈം സ്കീമുണ്ട്. ABAB CD CD EF EF GG. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാകും. പെട്രാർക്കൻ സോണറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റാണ് ഇത്. നെക്സ്റ്റ് നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ടേക്ക് കിടക്കാം. ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ, അത് തന്നെയാണ് ഈ ഒരു സോണറ്റിൻ്റെ ആദ്യത്തെ ലൈനും. ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ, ഞാൻ നിങ്ങളെ ഒരു വേനൽക്കാല ദിനത്തോട് താരതമ്യം ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. ഒരു വേനൽക്കാല ദിനത്തോട് ഞാൻ നിങ്ങളെ താരതമ്യം ചെയ്യണോ എന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനോട് ചോദിക്കുകയാണ്. എവിടെയും തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിലൗഡ് വണ്ണിൻ്റെ പേരോ ഒന്നും രേഖകളിലൊന്നും ഇല്ല. മിസ്റ്റർ WH ആണെന്ന് കരുതപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു വേനൽക്കാല ദിനത്തോട് ഞാൻ നിങ്ങളെ താരതമ്യം ചെയ്യണോ എന്ന്. നെക്സ്റ്റ് ലൈനിലോട്ടേക്ക് കടക്കാം. ദ വാർട്ട് മോർ ലവ്ലി ആൻഡ് മോർ ടെമ്പറേറ്റ്, നീ കൂടുതൽ സുന്ദരനും മിതശീതോഷ്ണനുമാണ്. ടെമ്പറേറ്റ്, മിതശീതോഷ്ണനുമാണ് എന്ന് പറയുകയാണ്. റഫ് വിൻസ് ഡു ഷേക്ക് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മേ ആൻഡ് സമ്മേഴ്സ് ലീസ് ഹാത്ത് ഓൾ ടു ഷോർട്ട് എ ഡേറ്റ്. കവി പറയുകയാണ്, മെയ് മാസത്തിലെ പരുക്കൻ കാറ്റ് അതിലോലമായ പൂമൊട്ടുകളെ ഇളക്കും, ഷേക്ക് ചെയ്യുമെന്ന് പറയുകയാണ്. വേനൽക്കാലത്തിൻ്റെ ദൈർഘ്യം എപ്പോഴും വളരെ ചെറുതായിരിക്കും എന്ന് പറയുകയാണ്. സംടൈംസ് ടു ഹോട്ട് ദ ഐ ഓഫ് ഹെവൻ ഷൈൻസ്. ഐ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തിൻ്റെ കണ്ണ് എന്ന് പറയുമ്പോൾ സൂര്യനെയാണ്, സണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കവി പറയുകയാണ്, സംടൈംസ് ചില സമയങ്ങളിൽ വളരെയധികം ചൂടായിരിക്കും സൂര്യന്. ആൻഡ് ഓഫൺ ഈസ് ഹിസ് ഗോൾഡ് കോംപ്ലക്ഷൻ ഡിംഡ്. പലപ്പോഴും കവി പറയുകയാണ്, പലപ്പോഴും അവൻ്റെ സണ്ണിൻ്റെ, സൂര്യൻ്റെ ഗോൾഡ് കോംപ്ലക്ഷൻ, ആ ഒരു സ്വർണ്ണ തിളക്കം മങ്ങിപ്പോവാറുമുണ്ട്. ആൻഡ് എവറി ഫെയർ ഫ്രം ഫെയർ സംടൈംസ് ഡിക്ലൈൻസ്. എല്ലാ സൗന്ദര്യവും ചിലപ്പോഴൊക്കെ ഡിക്ലൈൻ ചെയ്യാം, മങ്ങിപ്പോകാം. ബൈ ചാൻസ് ഓർ നാച്ചുറൽ ചേഞ്ചിങ് കോഴ്സ് അൺട്രിംഡ്. നമുക്ക് മാറ്റാൻ പറ്റാത്ത നാച്ചുറിൻ്റെ, പ്രകൃതിയുടെ മാറ്റം എന്നത് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒന്നാണ്, മാറ്റമില്ലാത്ത ഒന്നാണ് എന്ന് പറയുകയാണ്. അതായത് പ്രകൃതിക്ക് ഓരോ കാലങ്ങൾ മാറി മാറി വരും. മാറ്റങ്ങൾ അനിവാര്യമാണ് പ്രകൃതിക്ക്. ആ മാറ്റങ്ങൾ മാറ്റമില്ലാതെ തുടരും എന്ന് കവി പറയുകയാണ്. ബട്ട് ദൈ എറ്റേണൽ സമ്മർ ഷാൽ നോട്ട് ഫെയ്ഡ്. പക്ഷേ കവിതയുടെ സുഹൃത്തിനെ പറയുകയാണ്, പക്ഷേ നിൻ്റെ എറ്റേണൽ സമ്മർ, നിൻ്റെ സൗന്ദര്യം, നിൻ്റെ കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു മങ്ങലും, ഒരു ഫേഡായി പോലും, ഒരു മങ്ങലും ഒരു പാളിച്ചകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് കവിയുടെ സുഹൃത്തിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ മുന്നത്തെ ലൈൻസിലൊക്കെ കണ്ടിരുന്നു, കവി ചോദിക്കുകയാണ്, സമ്മറിലെ ഡേയ്സുമായിട്ട് നിന്നെ താരതമ്യം ചെയ്യട്ടെ എന്ന് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത്, അതിനേക്കാളും സമ്മേഴ്സ് ഡേക്കാളും അതിൻ്റെ സൗന്ദര്യത്തെക്കാളും ഒരുപാട് മുകളിലാണ് നീ എന്ന്. അതിനൊക്കെ മാറ്റമുണ്ട്, പക്ഷേ നിനക്ക് മാറ്റമില്ല എന്ന് പറയുകയാണ്. ഇവിടെ ഒരു മെറ്റഫറാണ് വരുന്നത്, ഇവിടെ താരതമ്യമാണ് ചെയ്യുന്നത്. സമ്മേഴ്സ് ഡേയോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ താരതമ്യം ചെയ്യുകയാണ് ഇവിടെ. ആദ്യമൊക്കെ താരതമ്യം ചെയ്തിട്ട് പിന്നീട് അദ്ദേഹം എത്തുന്നത് ഈ ഒരു സമ്മേഴ്സ് ഡേക്കും മേലെയാണ് ഇദ്ദേഹത്തിൻ്റെ ബിലൗഡ് വണ്ണിൻ്റെ സൗന്ദര്യം എന്നുള്ളത്. നോർ ലോസ് പൊസഷൻ ഓഫ് ദാറ്റ് ഫെയർ ദൗ വേസ്റ്റ്. ഷേക്സ്പിയർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട്, നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന സൗന്ദര്യം നിങ്ങൾക്ക് ഒരിക്കലും
നഷ്ടപ്പെടുകയില്ല എന്ന്. Nor shall death brag thou wanderest in his shade. അതായത് മരണത്തിന് പോലും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല, മരണത്തിന് നിങ്ങളെ അവൻ്റെ തണലിൽ അലഞ്ഞു നടക്കുവാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കേണ്ട എന്ന്. അതായത് മരണം നീ അതിൻ്റെ തണലിൽ അലഞ്ഞു നടക്കുമെന്ന് വീമ്പിളക്കുകയുമില്ല എന്ന്, മരണത്തിന് പോലും നിന്നെ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. When in eternal lines to time thou crossed, so long as men can breathe or eyes can see, so long lives thus, and this gives light to thee. കവി പറയുകയാണ്, മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ കഴിയുന്നിടത്തോളം, കാണാൻ കഴിയുന്നിടത്തോളം, അതായത് മനുഷ്യന്മാർ ഉള്ളിടത്തോളം, ഭൂമിയിൽ ഉള്ളിടത്തോളവും, അവർക്ക് കാണാൻ കണ്ണുകളുള്ള സമയത്തോളവും എത്ര കാലം ഇതൊക്കെ ജീവിച്ചിരിക്കുമോ അത്രയും കാലം നീയും ജീവിച്ചിരിക്കും ഈ സോണറ്റിലൂടെ എന്ന് പറയുകയാണ്. ഈ ഒരു സോണറ്റ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർട്ട് നിങ്ങൾക്ക് എപ്പോഴും എല്ലാവരുടെ ഉള്ളിലും എന്നും ജീവൻ നൽകും എന്ന് പറയുകയാണ്. ലാസ്റ്റ് കപ്ലെറ്റ്സിൽ ഇത് തന്നെയാണ് പറയുന്നത്. മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ കഴിയുന്നിടത്തോളം, അല്ലെങ്കിൽ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നിടത്തോളം ഇത് വളരെ കാലം ജീവിക്കുക തന്നെ ചെയ്യും, ഇത് നിങ്ങൾക്ക് ജീവൻ നൽകുക തന്നെ ചെയ്യും. ഏത്? ഈ ഒരു സോണറ്റ്. അതായത് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിട്ട് ഒരുപാട് കാലമായിരിക്കും, വില്യം വേർഡ്സ്വർത്ത് ആയാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായാലും. പക്ഷേ ഇന്നും നമ്മൾ വില്യം ഷേക്സ്പിയറിൻ്റെ ഈ ഒരു സോണറ്റ് വായിക്കുമ്പം അദ്ദേഹത്തെ ആരെന്ന് അറിയില്ലെങ്കിലും ഓർക്കുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നതും. ദ എറ്റേണൽ, അതായത് എറ്റേണിറ്റി, അനശ്വരമായ ആർട്ടിൻ്റെ ഒരു ഇതാണ് അനശ്വരത. ഒരിക്കലും നശിക്കുകയില്ല, അത് ജീവിച്ചുകൊണ്ടേയിരിക്കും, അതിനൊരു മരണമില്ല. അതിലൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മരണമില്ലാതെ തുടരുമെന്ന് പറയുകയാണ് കവി. നെക്സ്റ്റ് സമ്മറിയിലോട്ടേക്ക് കിടക്കാം. സ്പീക്കർ വില്യം ഷേക്സ്പിയർ ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ? ഞാൻ നിന്നെ സമ്മേഴ്സ് ഡേയുമായിട്ട് താരതമ്യം ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പിന്നീട് വരുന്ന 11 ലൈനുകളിലും ഈ ഒരു കമ്പാരിസനാണ് കാണാൻ പറ്റുക. സമ്മേഴ്സ് ഡേയും അതുപോലെ തന്നെ അദ്ദേഹത്തെ സുഹൃത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീടുള്ള 2 ലൈനുകളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയും സമ്മേഴ്സ് ഡേയും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മോർ ലവ്ലി ആൻഡ് മോർ ടെമ്പറേറ്റ് ആണെന്ന് പറയുകയാണ്. സമ്മേഴ്സ് ഡേ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, അതിൻ്റെ എക്സ്ട്രീമിൽ പോവും. ചിലപ്പോഴൊക്കെ അത് മെയ് മാസത്തിലെ ബഡ്സിനെയൊക്കെ ഷേക്കൺ ചെയ്യും, അതിൻ്റെ റഫ് വിൻസ് കൊണ്ട്, പരുക്കൻ കാറ്റുകൾ കൊണ്ട് എന്ന് പറയുകയാണ്. കൂടാതെ സൂര്യൻ, ദ ഐ ഓഫ് ഹെവൻ എന്നാണ് പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സൂര്യനെയാണ് അങ്ങനെ പറയുന്നത്. സൂര്യൻ പലപ്പോഴും കൂടുതലായിട്ട് ചൂടായിരിക്കും, ചിലപ്പോഴൊക്കെ കൂടുതലായിട്ട് മങ്ങിയും കാണുന്നു എന്ന് പറയുന്നു. കൂടാതെ സമ്മർ എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നതല്ല, ടെമ്പററി ആണ്, അത് വളരെയേറെ ഷോർട്ടാണ് എന്നും പറയുകയാണ്. അതിൻ്റെ എല്ലാ സൗന്ദര്യവും എപ്പോഴും നിലനിൽക്കില്ല, അതൊക്കെ ഡിക്ലൈൻ ചെയ്യും എന്ന് പറയുകയാണ്. എന്നാൽ ഇതുപോലെയല്ല തൻ്റെ സുഹൃത്ത്, അവൻ്റെ ഭംഗിയും അവൻ്റെ എല്ലാം തന്നെ ഫേഡായി പോവാതെ നിലനിൽക്കും എന്നതാണ് കവി ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ക്വാട്രൈൻസിൽ സോണറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് തൻ്റെ സ്നേഹിതൻ സമ്മറിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ ബ്യൂട്ടി എന്നേക്കും നിലനിൽക്കുമെന്ന് പറയാണ്. ദൈ എറ്റേണൽ സമ്മർ ഷാൽ നോട്ട് ഫേഡ് എന്ന ലൈനിൽ അതാണ് പറയുന്നത്. ഹിസ് ബ്യൂട്ടി വിൽ ലാസ്റ്റ് ഫോർ എവർ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ, അവൻ്റെ ബ്യൂട്ടി എന്നെന്നും നിലനിൽക്കുമെന്ന്. ആൻഡ് നെവർ ഡൈ, ഒരിക്കലും മരിക്കുകയില്ല എന്ന്. അതെങ്ങനെയെന്നാണ് കപ്ലെറ്റ്സിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നും ജീവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഈ പോയട്രിയിലൂടെ മനുഷ്യന്മാർ ഉള്ളിടത്തോളം കാലം, മനുഷ്യന്മാർ ശ്വസിക്കുന്നതും മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നിടത്തോളം കാലം നിലനിൽക്കും, നീ ജീവിക്കും ഈ പോയത്തിലൂടെ എന്നെന്നും എന്നാണ് കവി പറയുന്നത്. ഈ ഒരു കവിത നിന്നെ പ്രിസർവ് ചെയ്തു വയ്ക്കും എന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ് അനാലിസിസിലേക്ക് കിടക്കാം. ഈ ഒരു സോണറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു സോണറ്റാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ തന്നെ ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു സോണറ്റാണ് സോണറ്റ് 18 ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ.
കൂടാതെ ഇത് തന്നെയായിരിക്കാം മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ലിറിക്കൽ പോയവും. ഇംഗ്ലീഷിലെ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ലിറിക്കൽ പോയവും ഇത് തന്നെ ആയിരിക്കാം. പോയത്തിൻ്റെ സഫിക്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ബ്യൂട്ടിയെ പ്രേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനായിട്ട് സമ്മേഴ്സ് ഡേയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം. കമ്പയർ ചെയ്യുന്ന സമയത്ത് സമ്മേഴ്സ് ഡേ അതിൻ്റെ എക്സ്ട്രീമിലാണെന്നും ഹീറ്റാണെങ്കിലും ഒക്കെ അതിൻ്റെ എക്സ്ട്രീമിലാണെന്നും പറയുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വളരെയധികം മൈൽഡ് ആൻഡ് ടെമ്പറേറ്റ് ആണെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സോണറ്റ് 18 ആണ് ഫസ്റ്റ് റൈം. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു സോണറ്റ് എന്ന് പറയുന്നത് ഒരു അറ്റംപ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ബ്യൂട്ടി എന്നേക്കും പ്രിസർവ് ചെയ്ത് വെക്കുവാനുള്ള ഒരു അറ്റംപ്റ്റ്. ഇതിലെ മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത് തന്നെ സ്പീക്കറിൻ്റെ കവിതയുടെ പവർ കാണിക്കുകയാണ്. ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വരുംകാല ജനറേഷൻസിന് വേണ്ടി ഫ്യൂച്ചർ ജനറേഷൻസിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ മരണമില്ലാതെ കൊണ്ടു നടക്കുകയാണ് ഈ ഒരു പവർ ഓഫ് പോയം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ എറ്റേണൽ സമ്മർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊന്നും ഒരിക്കലും നശിക്കുകയില്ല, അതെന്നും ഈ ഒരു സോണറ്റ് കൊണ്ടു നടക്കും എന്ന് പറയാണ്. മനുഷ്യന്മാരുള്ള കാലത്തോളം, സോ ലോങ് ആസ് മെൻ ക്യാൻ ബ്രെത്ത് ഓർ ഐ ക്യാൻ സീ, മനുഷ്യന്മാർക്ക് ജീവനുള്ള കാലത്തോളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്വസിക്കുന്ന കാലത്തോളം, കാണുന്ന കാലത്തോളം എൻ്റെ സുഹൃത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു സോണറ്റ് നിന്നെ ഒരിക്കലും മരിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. എല്ലാവർക്കും തന്നെ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ചാനൽ ഉപയോഗപ്രദമാകും എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.